ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റിന് മൈനിങ് സർവീസ് ബോട്ട് നമ്മളിൽ പല ആൾക്കാരും ടെലഗ്രാമിൽ ഇതേപോലെ ടാപ്പ് ചെയ്തിട്ടും മൈൻ ചെയ്തുകൊണ്ടൊക്കെ ഹാംസ്റ്റർ കോയിന് കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒരുപാട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റിന് മാസം ടോട്ടൽ എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത്? എന്നാൽ ഞാനത് പരിശോധിച്ച് നോക്കിയപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം ഇവർക്ക് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റിൽ മാസം കോടിക്കണക്കിന് രൂപ വരുമാനമാണ് ഇവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന മൈനിങ് സർവീസ് ബോട്ടിൽ 30 കോടിയിലധികം യൂസേഴ്സാണുള്ളത്. അതോടൊപ്പം അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ 3 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സാണുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിൽ 50 മില്യൻ്റെ മുകളിലുള്ള കമ്മ്യൂണിറ്റിയാണ് ജോയിൻ ആയിട്ടുള്ളത്. അതോടൊപ്പം അവരുടെ ട്വിറ്റർ എക്സ് പേജിൽ 12 മില്യൻ്റെ മുകളിലുള്ള ഫോളോവേഴ്സാണുള്ളത്. ഇങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റി ഇവരുടെ മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ജോയിനായി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ കമ്മ്യൂണിറ്റി ഇതിലേക്ക് ജോയിനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റുകൾക്കൊക്കെ മില്യന് കോടികളൊക്കെയാണ് വ്യൂവേഴ്സ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആഡ്സ് വരുമാനം ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ മൈനിങ് സർവീസ് ബോട്ട് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് അതിൽ മൈൻ എന്ന സെക്ഷനിൽ പല ക്രിപ്റ്റോ പ്രോജക്റ്റുകളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചില ക്രിപ്റ്റോ കാർഡ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ആൾക്കാർ കളക്ട് ചെയ്ത് അത് നോക്കുന്നു. അപ്പോൾ അവിടെ ഇതിൽ നിന്നൊക്കെ ഇവർക്ക് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റിന് നല്ല രീതിയിൽ കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന മൈനിങ് സർവീസ് ബോർഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 2-3 വീഡിയോകളായിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റി ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും സംസാരിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റ് മാസം ടോട്ടലിൽ എത്രത്തോളം വരുമാനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എത്ര വരുമാനം ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന പ്രൊജക്റ്റിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ മാസം എത്ര വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. അതിന് യൂട്യൂബ് റവന്യൂ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സോഷ്യൽ ബ്ലേഡ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഹാംസ്റ്റർ കോമ്പാക്ട് ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇതുപോലെ ഇതിൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്ട് യൂട്യൂബ് ചാനലിന്റെ ടോട്ടൽ ഗ്രേഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രീനിൽ A ഗ്രേഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം സോഷ്യൽ ബ്ലേഡ് റാങ്ക് 306 ആണ്. സബ്സ്ക്രൈബേഴ്സ് റാങ്ക് 146 ആണ്. ഇതൊക്കെ ഈ യൂട്യൂബ് ചാനലിന്റെ യൂട്യൂബിലുള്ള ഗ്രോത്തിൻ്റെ റാങ്ക് ആണ്. അതുപോലെ വീഡിയോ വ്യൂസിൻ്റെ റാങ്ക് 24,040 റാങ്ക് ആണ്. അതോടൊപ്പം കൺട്രി റാങ്ക് 50 ആണ്. പീപ്പിൾ റാങ്ക് 13 ആണ്. ഇനി ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് 30 ദിവസത്തിനുള്ളിൽ 6.7 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് 30 ദിവസത്തിനുള്ളിൽ ടോട്ടൽ എത്ര വ്യൂസ് വന്നിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 381.41 മില്യൺ ആണ് വ്യൂസ് വന്നിട്ടുള്ളത്. ഇത് ഇവരുടെ ഹാംസ്റ്റർ കോമ്പാക്ട് യൂട്യൂബ് ചാനലിൽ ഒറിജിനൽ ആയിട്ടുള്ള അനലൈസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അല്ലാതെ ഇത് ഫേക്ക് ഒന്നുമല്ല. ഇതിൽ തന്നെ എസ്റ്റിമേറ്റ് മന്ത്ലി ഏണിംഗ്സും എസ്റ്റിമേറ്റ് ഇയർലി ഏണിംഗ്സും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഹാംസ്റ്റർ കോമ്പാക്ട് യൂട്യൂബ് ചാനലിൽ മാസം എത്ര വരുമാനം കിട്ടുന്നു, അതുപോലെ തന്നെ വർഷത്തിൽ എത്ര വരുമാനം കിട്ടുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം. അതായിട്ട് ഇവിടെ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അഥവാ ഓരോ ദിവസത്തെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ട് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണ്, അതായത് ആ വീഡിയോ മൂലം വരുന്ന സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ തന്നെ ആ വീഡിയോക്കുള്ള ടോട്ടൽ വ്യൂവേഴ്സ്, അതുപോലെ തന്നെ ആ വീഡിയോയിൽ നിന്ന് വരുന്ന ഓരോ ദിവസത്തെ എസ്റ്റിമേറ്റ് ഏണിങ്സ് എത്രയാണ്, അതായത് വരുമാനം എത്രയാണ്, അതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാണ്. 2024 7/12, അതായത് 12/7/2024 വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഒരു വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ആ ഒരു ദിവസം 100K, അതായത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഈ യൂട്യൂബ് ചാനലിൽ കൂടുകയുണ്ടായി. അതിൽ നേരത്തെ 33.3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് ടോട്ടലിൽ 33.4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കൂടി എന്നുള്ളത് നമുക്കിവിടെ കാണാം. അതോടൊപ്പം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ആ വീഡിയോക്ക് വന്ന വ്യൂവേഴ്സ് 2,06,1541 വ്യൂവേഴ്സ് ആയിട്ട് കൂടി. അതിൽ ടോട്ടൽ വ്യൂവേഴ്സ് ആയിട്ട് വന്നത്
71,13,18,520 വ്യൂവേഴ്സായിട്ട് കൂടി. അന്ന് ആ ഒരു ദിവസം മാത്രം ഈ ഒരു യൂട്യൂബ് ചാനലിൽ 5.2K US$ മുതൽ 82.4K US$ വരെ വരുമാനം കിട്ടുകയുണ്ടായി. ഇത് INR കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് 4 ലക്ഷം രൂപ മുതൽ 68 ലക്ഷം രൂപ വരുമാനം വരെയാണ് ഇവർക്ക് ഇവരുടെ യൂട്യൂബ് ചാനലിൽ കിട്ടിയ കണക്ക് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഇവിടെ ഓരോ ദിവസത്തെ ഡേറ്റ് കൊടുത്തിട്ട് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ അവരുടെ യൂട്യൂബ് ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് കയറുന്നു, വീഡിയോകളിൽ എത്ര വ്യൂവേഴ്സ് വരുന്നു, ആ ദിവസം എത്ര വരുമാനം കിട്ടുന്നു തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് ലൈവായി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ദിവസവും ഈ യൂട്യൂബ് ചാനലിൽ വരുമാനം കിട്ടുന്നത് ചില ദിവസം കുറവായിരിക്കും, ചില ദിവസം കൂടുതലായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൽ വരുമാനം കിട്ടുക. ഞാനിവിടെ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യാണ്. ഇവിടെ ഏറ്റവും താഴെ അടിയിൽ ഭാഗത്തായിട്ട് ഡെയിലി ആവറേജസ് എന്ന ഇവിടെ യൂട്യൂബ് ചാനലിൽ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് ആവറേജ്, അതായത് ശരാശരി 223K സബ്സ്ക്രൈബേഴ്സാണ് കയറുന്നുള്ളത്. അതായത് 2,23,000 സബ്സ്ക്രൈബേഴ്സാണ് കയറുന്നുള്ളത്. അതോടൊപ്പം അതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് ആ ഒരു ദിവസം ഏകദേശം 1,27,13,656 വ്യൂവേഴ്സാണ് കയറുന്നത്. പിന്നെ ആ ഒരു ദിവസം ശരാശരി ഏകദേശം 3.2K US$ മുതൽ 50.9K US$ വരെ വരുമാനം കിട്ടുന്നുണ്ട്. ഇത് INR കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരുമാനം വരെയാണ് ദിവസം ഈ യൂട്യൂബ് ചാനലിൽ ശരാശരി കിട്ടുന്ന വരുമാന കണക്കാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതിനിടയിൽ വീക്ക്ലി ആവറേജസ് എന്ന അവിടെ ആഴ്ചയിൽ ശരാശരി എത്ര സബ്സ്ക്രൈബേഴ്സ് കയറുന്നു, എത്ര വ്യൂവേഴ്സ് വരുന്നു, എത്ര വരുമാനം കിട്ടുന്നു എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് 30 ഡേയ്സ് എന്നവിടെ മാസം ആവറേജ് ഈ യൂട്യൂബ് ചാനലിൽ 6.7 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കയറുന്നു എന്നുള്ളത് കാണാം. അതോടൊപ്പം ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് മാസം 38,14,09,674 വ്യൂവേഴ്സാണ് വരുന്നുള്ളത്. അതുപോലെ തന്നെ മാസം ഈ യൂട്യൂബ് ചാനലിൽ കിട്ടുന്ന വരുമാനം 95.4K US$ മുതൽ 1.5 മില്യൺ US$ വരെയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഏകദേശം ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. അത് നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ മാസം 5 ലക്ഷം US$ വരെ വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം US$ നമ്മളിവിടെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം US$ ഇൻറ്റു നമ്മൾ INR ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു US$ റേറ്റ് 83.73 ആണ്. അപ്പോൾ ഞാനിവിടെ 83 കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഇൻറ്റു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 4,15 ലക്ഷം രൂപയാണ് ശരാശരി ഏകദേശം ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന യൂട്യൂബ് ചാനലിന് മാസം ടോട്ടൽ വരുമാനം കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ സോഷ്യൽ ബ്ലേഡ് പ്ലാറ്റ്ഫോമിൽ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാക്ട് യൂട്യൂബ് ചാനലിന്റെ അനലൈറ്റിക്കൽ ഹിസ്റ്ററി കാണാൻ സാധിക്കും. ഇതിൽ മന്ത്ലി ഗെയിനഡ് വീഡിയോ വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫ് അടയാളത്തിൽ ഈ യൂട്യൂബ് ചാനലിൽ മന്ത്ലി എത്ര വ്യൂസ് വരുന്നു എന്നുള്ളത് ഇവിടെ കാണാം. അതിന്റെ തൊട്ടടിയിൽ മന്ത്ലി ഗെയിനഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫ് അടയാളത്തിൽ ഈ യൂട്യൂബ് ചാനലിൽ മന്ത്ലി എത്ര സബ്സ്ക്രൈബേഴ്സ് കയറുന്നു എന്നുള്ളതൊക്കെ അവിടെ കാണാൻ സാധിക്കും. ഗൈസ്, ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ബ്ലേഡ് എന്ന പ്ലാറ്റ്ഫോമിൽ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ മാസം ടോട്ടൽ വരുമാനം നമ്മളിവിടെ കണ്ടുപിടിച്ചത് ഇതിലെ വ്യൂസ് അനുസരിച്ചിട്ടുള്ള വരുമാനമാണ്. അത് ഏകദേശം വരുമാനം നമ്മളതിൽ കറക്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പരിശോധിച്ചത്. 4,15,00,000 രൂപ വരുമാനമാണ് ഹാംസ്റ്റർ കോമ്പാക്ട് യൂട്യൂബ് ചാനലിന് കിട്ടുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ 2.5 കോടി 3 കോടിയൊക്കെ വ്യൂവേഴ്സാണ് അവരുടെ ഓരോ വീഡിയോകൾക്കും വ്യൂവേഴ്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള സാധാരണ പോപ്പുലർ ആയിട്ടുള്ള വലിയ വലിയ യൂട്യൂബ് ചാനലിനൊക്കെ കിട്ടുന്ന അത്തരത്തിലുള്ള വലിയൊരു വരുമാനം ഈ യൂട്യൂബ് ചാനലിൽ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വരുമാനം കിട്ടുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഗൂഗിളിന് പല കമ്പനികളും പരസ്യങ്ങൾ കൊടുക്കും. ആ പരസ്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ പരസ്യമായിട്ട് നമുക്ക് കാണിക്കും. അത് സ്കിപ്പ് ആഡ്, ബാനർ ആഡ്, അങ്ങനെ പല രീതിയിലുള്ള ആഡ്സ് ഉണ്ടാവും. ഈ ആഡ് നമ്മൾ കാണുമ്പോൾ ആ വരുമാനം ഈ യൂട്യൂബേഴ്സിന് കൊടുക്കും. യൂട്യൂബ് ചാനലിലെ വ്യക്തികൾക്ക് ഗൂഗിൾ ആഡ്സൻസ് വഴിയാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അടുത്തത് ഹാംസ്റ്റർ കോമ്പാക്ടിൻ്റെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിലും ഹാംസ്റ്റർ കോമ്പാക്ടിന് വരുമാനം കിട്ടുന്നുണ്ട്. അതായത് 10,000 കമ്മ്യൂണിറ്റി ഉള്ള ഒരു ചെറിയ ടെലഗ്രാം ചാനലിന് പെർ ഡേ ആഡ് റവന്യൂ $2 ആണെന്ന് കരുതുക. അപ്പോൾ 50 മില്യൻ്റെ മുകളിലോളം കമ്മ്യൂണിറ്റിയുള്ള ഹാംസ്റ്റർ കോമ്പാക്ടിൻ്റെ ടെലഗ്രാം ചാനലിന് ഈ കണക്ക് വെച്ച് പെർ ഡേ $9,800 കിട്ടിയേക്കും. അങ്ങനെയാണെങ്കിൽ ഈ ടെലഗ്രാം ചാനലിന് ഹാംസ്റ്റർ കോമ്പാക്ടിന് ഒരു മാസം ഏകദേശം
$2,94,000 വരുമാനം കിട്ടും. അത് INR-ലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിന് മാസം 2.5 കോടി രൂപ വരെ വരുമാനം കിട്ടുന്നതാണ്. ഇത് ടെലഗ്രാമിന്റെ ടോൺ ബ്ലോക്ക് ചെയിനിൽ ടോൺ എന്ന ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് കിട്ടുക. അത് അവരുടെ രാജ്യത്തെ കറൻസി ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആ വരുമാനത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 4,15,00,000 രൂപയ്ക്ക് ഞാനിവിടെ പ്ലസ് ആക്കുന്നത് 1.5 കോടി രൂപയാണ്. മാസം 2.5 കോടി രൂപ ടെലഗ്രാം ചാനലിൽ നിന്ന് കിട്ടും. പക്ഷെ ഞാനിവിടെ മാക്സിമം കുറക്കുകയാണ്, കാരണം ചില ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് പോലും 5,65,00,000 രൂപയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഫേസ്ബുക്ക് പേജിൽ നിന്ന് മാസം കിട്ടുന്ന വരുമാനം ഏകദേശം ഞാനിവിടെ 1 കോടി രൂപ കൂട്ടുകയാണ്. അന്നേരം 6,65,00,000 രൂപയായി മാറും. ഫേസ്ബുക്കിൽ വരുമാനം കിട്ടുന്നത് യൂട്യൂബിനെ പോലെ തന്നെ പരസ്യ വരുമാനം, അതായത് ആഡ്സ് റവന്യൂ ആണ്. ആ ഒരു വരുമാനം അവരുടെ ഫേസ്ബുക്ക് പേജിലേക്ക് തന്നെയാണ് വരുന്നത്. അവിടെ നിന്നാണ് അവർ അത് വിഡ്രോ ചെയ്തെടുക്കുക. അതുപോലെ അടുത്തത് ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ എക്സ് പേജ് ഉണ്ട്. അതിൽ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ മാസം അവർക്ക് ആഡ്സ് റവന്യൂ കിട്ടുക, അതായത് ആഡ്സ് വരുമാനം ഏകദേശം ഞാനിവിടെ 1 കോടി പ്ലസ് ചെയ്യുകയാണ്, കൂട്ടുകയാണ്. അപ്പോൾ 7,65,00,000 രൂപയായി മാറും. ഇത് ട്വിറ്റർ എക്സിലേക്ക് തന്നെയാണ് വരുമാനമൊക്കെ വരുന്നത്. അവിടെ നിന്ന് അത് അവർ വിഡ്രോ ചെയ്യുന്നുണ്ടാവും. ട്വിറ്റർ എക്സിൽ ഇത്രയൊന്നുമല്ല, അതിൽ കൂടുതൽ മാസ വരുമാനം ഉണ്ടാവും. ഇത് ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഏകദേശ കണക്കാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ ടെലഗ്രാം ചാനലും ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ മാക്സിമം കുറച്ചിട്ടാണ് ഇവിടെ വരുമാന കണക്ക് കൂട്ടി കാണിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. മാത്രമല്ല അടുത്തത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ മൈനിങ് സർവീസ് ബോട്ട് ഉണ്ട് ടെലഗ്രാമിൽ. നമ്മളിൽ പല ആൾക്കാരും അത് ഉപയോഗിക്കുന്നുണ്ടാവും. അതിൽ തന്നെ മൈൻ എന്ന സെക്ഷനിൽ ഒരുപാട് ക്രിപ്റ്റോ കാർഡ്സുകൾ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ഡെയിലി ടാസ്ക് ചെയ്യാൻ വേണ്ടി, ഡെയിലി കോംബോ ചെയ്യാനും അതുപോലെ തന്നെ പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് അതിലുള്ള ഓരോ കാർഡ്സ് നമ്മൾ ഡെയിലി നിരന്തരം നമ്മളത് ക്ലെയിം ചെയ്തിട്ട് കളക്ട് ചെയ്യുന്നുണ്ടാവും. ഇവിടെ കൂടുതലും ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ പ്രൊജക്റ്റിൽ വരുന്ന ക്രിപ്റ്റോ കാർഡ്സ് ആണുള്ളത്. പക്ഷെങ്കിൽ ചിലത് മറ്റു ക്രിപ്റ്റോ പ്രോജക്റ്റിൻ്റെയൊക്കെ കാർഡ്സുകൾ കാണാൻ സാധിക്കും. അതെനിക്ക് തോന്നുന്നു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മറ്റു ക്രിപ്റ്റോ പ്രോജക്റ്റുകൾ ഇതിലൂടെ ക്രിപ്റ്റോ കാർഡ്സ് കൊണ്ടുവരാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്യുകയോ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്കൊരു പ്രൊമോഷനാണ്. അങ്ങനെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വരുന്ന മറ്റു ക്രിപ്റ്റോ പ്രോജക്റ്റുകളുടെയൊക്കെ പുതിയ കാർഡ്സ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രൊമോഷനായിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റിന് കിട്ടുന്ന ക്രിപ്റ്റോ കാർഡ്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് നല്ലൊരു വരുമാനം ഹാംസ്റ്റർ കോമ്പാക്റ്റിന് കിട്ടുന്നുണ്ടാവും. അത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ 30 കോടിയിലധികം ഒരുപാട് കമ്മ്യൂണിറ്റി ജോയിൻ ആയിട്ട് വന്നിട്ട് ഇത് ചെയ്യുന്നു, ഇത് ഉപയോഗിക്കുന്നു. അങ്ങനെ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള യൂസേഴ്സ് ഉള്ളത് കൊണ്ടാണ് മറ്റു പല ക്രിപ്റ്റോ പ്രൊജക്റ്റുകളും ഇതിലേക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ക്രിപ്റ്റോ കാർഡ്സ് ആയിട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മാസം നല്ലൊരു വരുമാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മാസം എത്രത്തോളം വരുമാനം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺ കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മാസം ഒരു 1 കോടി രൂപ തന്നെ വരുമാനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ കൂടുതൽ കിട്ടുന്നുണ്ടാവും. എന്നിരുന്നാലും 1 കോടി തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നേരത്തെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഹാംസ്റ്റർ കോമ്പാക്റ്റിന് കിട്ടിയ 7,65,00,000 രൂപ മാസ വരുമാനം എന്ന കണക്കിലേക്ക് പ്ലസ് ചെയ്ത് 1 കോടിയും കൂടി കൂട്ടിയപ്പം 8,65,00,000 രൂപയായി കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഹാംസ്റ്റർ കോമ്പാക്റ്റിന് മാസം ടോട്ടലിൽ 8,65,00,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്രയും മാസം ടോട്ടലിൽ 8,65,00,000 രൂപ വരെ വരുമാനം ഹാംസ്റ്റർ കോമ്പാക്റ്റിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ ഇവരുടെ വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ വെച്ചിട്ടൊക്കെ ഇവർ പല രീതിയിൽ രഹസ്യമായിട്ടൊക്കെ വരുമാനം ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ ഒരു രഹസ്യമായിട്ടുള്ള വരുമാനം അല്ലാതെ പബ്ലിക്കായിട്ട് അവർ വരുമാനം ഉണ്ടാക്കുന്ന ഇതാണ് ഞാനിവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ച് പറഞ്ഞു തന്നത്. എന്തായാലും ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റ് അവരുടെ സ്വന്തം ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ, ടെലഗ്രാം ചാനൽ, ട്വിറ്റർ എക്സ്, ഫേസ്ബുക്ക് പേജ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലും അവരുടെ മൈനിങ് സർവീസ് ബോട്ടുകളിലും അല്ലാതെ മറ്റു പല രീതിയിലായിട്ട് അവർ ഏകദേശം മാസം 8,65,00,000 രൂപ കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയും അത്രയും വരുമാനം അവർക്ക് കിട്ടുന്നുമുണ്ടാകും. അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റിന് മാസം 8,65,00,000 രൂപ വരുമാനം ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അല്ലാതെ നമ്മൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വെറുതെ ഇവർ പണം തരൂല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ലാഭം ഇവർക്ക് ഇതിലുണ്ട്. ആ ഒരു വരുമാനത്തിൻ്റെ പുറത്ത് നമുക്കും ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് പ്രോജക്റ്റിന് മാസം ടോട്ടലിൽ കോടിക്കണക്കിന് രൂപ വരുമാനം ഇത്രയും കിട്ടും എന്നുള്ളത് പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞാനിത് പരിശോധിച്ചപ്പം എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അതുകൊണ്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതേപോലെ പുതിയ വീഡിയോ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.